നമസ്കാരം. രാജ്യാന്തര മാർക്കറ്റിൽ 30 കോടി രൂപ വിലമതിക്കുന്ന ലഹരി മരുന്ന് വിഴുങ്ങിയെത്തിയ വിദേശ ദമ്പതികൾ കൊച്ചിയിൽ പിടിയിൽ. ടാൻസാനിയൻ സ്വദേശികളായ ദമ്പതികളെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് DRI സംഘം അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ചയാണ് ഇരുവരും ഒമാനിൽ നിന്നുള്ള വിമാനത്തിൽ കൊച്ചിയിലെത്തിയത്. തുടർന്ന് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത DRI സംഘം ആലുവ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധനയിലാണ് കൊക്കൈൻ ഒളിപ്പിച്ചതായി കണ്ടെത്തിയത്. യുവാവിൻ്റെ വയറ്റിൽ നിന്ന് ഏകദേശം 2 കിലോയോളം കൊക്കൈനാണ് കണ്ടെത്തിയത്. ഇത് പുറത്തെടുത്ത ശേഷം യുവാവിനെ കേസിൽ റിമാൻഡ് ചെയ്തു. യുവതിയുടെ ശരീരത്തിനുള്ളിലും സമാനമായ അളവിൽ ലഹരി മരുന്ന് ഉണ്ടെന്നാണ് കരുതുന്നത്. ഇത് പുറത്തെടുക്കാനായി യുവതി ആശുപത്രിയിൽ തുടരുകയാണ്. ദഹിക്കാത്ത തരത്തിലുള്ള ടേപ്പിൽ പൊതിഞ്ഞ് ക്യാപ്സൂൾ രൂപത്തിലാക്കിയാണ് ദമ്പതിമാർ ലഹരി മരുന്ന് വിഴുങ്ങിയിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് കൊച്ചിയിൽ ഉള്ളവർക്ക് കൈമാറ്റം ചെയ്യാനായി കൊണ്ടുവന്നതാണെന്നും കരുതുന്നു. സംഭവത്തിൽ വിപുലമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞയാഴ്ച ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 30 കോടി രൂപ വില വരുന്ന 3.3 കിലോ കൊക്കൈനും പിടികൂടിയിരുന്നു. സംഭവത്തിൽ ഇന്തോനേഷ്യൻ സ്വദേശി മുഹമ്മദ് യാസികയെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. ബാഗിനുള്ളിലെ രഹസ്യ അറകളിലാണ് കൊക്കൈൻ പാക്കറ്റുകൾ സൂക്ഷിച്ചിരുന്നത്.